ഹലോ അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? അപ്പോൾ ഉച്ച നേരത്തുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ചെറിയൊരു 2 സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ മൂത്തമാനും മോള് അച്ചാറ് കച്ചവടം ചെയ്യുന്നു. പക്ഷെ എനിക്ക് അച്ചാറ് ഇതായൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തുടങ്ങി പറഞ്ഞവർക്ക് മാത്രം ഇട്ട് കൊടുക്കുന്നൊരു സംരംഭം. അപ്പോൾ ഇത് മാങ്ങ, ഇത് കയ്പ്പക്ക അച്ചാറാട്ടോ. അപ്പോൾ ഇത് 50 രൂപ. നമുക്ക് പറയുന്ന അത്ര റേറ്റിന് ഇട്ട് തരും കേട്ടോ. ഇത് 60 രൂപയാണ്. അപ്പോൾ എനിക്കായതുകൊണ്ട് 50 രൂപയ്ക്ക് തന്നതാട്ടോ. നല്ല രസമല്ലേ കുപ്പിയൊക്കെ കാണാൻ. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ടേസ്റ്റ് നോക്കാൻ പോകും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഞാനിന്ന് പറയുമ്പോൾ തുറപ്പിട്ടാ സാമ്പാറാട്ടോ വെച്ചിരിക്കണം. സാമ്പാറും പപ്പടം പൊരിക്കണം. പപ്പടം പൊരിക്കാൻ മടി കൊണ്ട് അച്ചാർ കൂട്ടി ചോറ് വയ്ക്കുക കേട്ടോ. അപ്പോൾ അച്ചാർ ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയാമെന്ന് കേട്ടോ. പറയുന്നുമ്പേ വായിൽ വെള്ളം വന്നേട്ടാ. സ്പൂൺ എടുക്ക്. അപ്പോൾ ആദ്യം എന്താ നമ്മുടെ മാങ്ങച്ചാറ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തോണ്ടലൊക്കെ കഴിഞ്ഞിട്ടാ കുട്ടികളുടെ വക അടിയിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കണം. കുറച്ചിട്ടായിട്ടാണ് ടേസ്റ്റ് നോക്കാനുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കാൻ പോകും കേട്ടോ. കാണില്ല വീഡിയോ. ഇനി മറ്റേ അച്ചാർ വേണം. രണ്ടും ആദ്യം ഇതും ടേസ്റ്റ് നോക്കാം. കുറച്ചും കൂടി ഇടും. ആദ്യം അവൻ്റെ തൊള്ളയിൽ കുറച്ച് കൊടുക്കും. എനിക്ക് കൊതി പെട്ടും. അപ്പോൾ അച്ചാറ് തന്നെ അറിയുന്നുണ്ട് കേട്ടോ. സൂപ്പർ. ഇന്ന് കൂടി ഇടും. അത് കുറ്റം വരില്ല കേട്ടോ. ഞാൻ ഈ അച്ചാറിൻ്റെ ആളായതുകൊണ്ട് നമുക്ക് അച്ചാറൊക്കെ ഉപ്പിലിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് കൂട്ടി കുഴച്ചിട്ട് പറയാനൊന്നും ഒരു ഇല്ലാട്ടോ. അടിപൊളി മാങ്ങച്ചാറ് ഉപ്പി കാണിച്ചോളും. സൂപ്പർ കേട്ടോ. അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി നല്ല കളറ്, ആവശ്യത്തിന് എരിവ്, ഉപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഇത് മാങ്ങയാണ് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തത്. നമുക്ക് ഇനി കയ്പക്ക നോക്കാം. ഇതാണ് കയ്പക്ക. അപ്പോൾ ആരിനൊക്കെ വായിൽ വളം വരുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പറയാനൊന്നുമില്ല. സൂപ്പർ അച്ചാർ അടിപൊളി കേട്ടോ. ഒരു സ്കൂളിൽ 2-3 അമ്മമാർ വേണം. അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അച്ചാർ വേറെ ലെവലാണ്. വാങ്ങിച്ചോളി. സൂപ്പറാണ് കേട്ടോ. നീ എന്നെ കൊതിപ്പിക്കാണ്ട് ഇടറി. അടിയിൽ നിന്ന് എണ്ണ മെഴുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുക, സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കും. എനിക്ക് കയ്പക്കച്ചാറ് ഞാൻ ആദ്യമായിട്ടാട്ടോ കൂട്ടുന്നത്. ഇതുവരെ കൂട്ടിയിട്ടില്ല. നാരങ്ങയും വെളുത്തുള്ളി കൂട്ടിയിട്ടുണ്ട്. കയ്പക്കച്ചാറ് ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് നോക്കാൻ പോണത്. അപ്പം എന്തായാലും ചോറിൻ്റെ കൂടെ തന്നെ തിന്നു. കയ്പ തന്നെയാണോ സംശയം അല്ലേ? കയ്പ ഒന്നുമില്ല കേട്ടോ. അടിപൊളി. അനുസ്ഥാനോട് പ്രത്യേകം വിളിച്ച് പറയണം. അടിപൊളിയാണ്. ചാറൊന്നും വേണ്ട. ഇവിടെ അടിമക്കാണ് കേട്ടോ അച്ചാറിന്. കയ്പക്ക അച്ചാറ് കയ്പൊക്കെ പൊടിയായി എരിഞ്ഞിട്ടോ. കയ്പല്ല അടിപൊളി. അടിപൊളി. കുറച്ചും കൂടി എന്തായാലും അച്ചാറൊന്നും മരിക്കാൻ കയ്പക്ക അടിപൊളി. എല്ലാം കയ്പക്കച്ചാറ് സൂപ്പർ സൂപ്പർ. വളരെ സൂപ്പർ. പറഞ്ഞു കേട്ടോ. ഞാൻ കോരി തിന്നാൻ പോകട്ടാ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാൻഡോടെ പോകില്ല. അപ്പോൾ റിയൽസ് അവിടെ എനിക്കല്ല റൈസും കാറ്റത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു വിട്ടിട്ടാ. അപ്പം ഞാൻ കയ്പക്കച്ചാറ് തോടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. പറയാൻ വേറെ ഒന്നുമില്ല. അടിപൊളിയാണ്. ഉണ്ടോ ഒരു വെറുതെ തിന്നാൽ അതൊക്കെ തീർക്കും തോന്നും. ഒരാഴ്ചക്കുള്ള സാധനം എപ്പോഴത്തേക്കും തീരും തോന്നും കേട്ടോ. മാങ്ങ അടിപൊളിയിട്ടാണ്. സൂപ്പർ. കടയിൽ പോയ പാക്കറ്റ് കൂടി ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? എന്താ എന്നാലും കയ്പൊന്നുമില്ല കേട്ടോ. നന്നായിട്ടുണ്ട്. ചാറൊന്നും വേണ്ട, മാത്രം മതി. വെറുതെ തിന്നണ്ട. ഇവരൊക്കെ ഇപ്പം തന്നെ തീർക്കും. ഗ്യാസാട്ടോ. അടിപൊളി. ചോറിൻ്റെ കൂടെ തിന്നോ. ചാറേ വേണ്ട. അതിങ്ങനെ കൂട്ടി കുഴച്ചിട്ട്
കയ്പയ്ക്ക് സൂപ്പർ, മാങ്ങ സൂപ്പർ. മാങ്ങ തിരിട് രണ്ടും പൊളിയാണ്. പൈസ അടിപൊളി കൊണ്ട് കുഴപ്പമില്ല. അവൻ തിന്ന് തീർക്കട്ടാ, ബാത്റൂമിൽ കളിക്കൂല. അടിപൊളിട്ടാ. എൻ്റെ പ്ലേറ്റാ കാലിയായിട്ടോ. അച്ചാർ കൂട്ടിട്ട് പ്ലസറൊക്കെ ഇങ്ങോട്ട് അടിച്ച് കയറും. അതിൻ്റെ പല്ല് പോച്ചിനടാ. കയ്പക്കട പ്ലേറ്റ് കാലിയായിട്ടാ. ഇത് സാമ്പാറായിട്ട് വേവിച്ചിട്ടാ. സൂപ്പർ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അച്ചാറപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കും ഞാൻ. ഇവിടെ 2-3 കച്ചവടമാക്കി കൊടുക്കും. ഒരിക്കൽ മേടിച്ചവർ എന്തായാലും വീണ്ടും വീണ്ടും മേടിക്കും. കാരണം അടിപൊളിയായിട്ടാണ്, കുറ്റം പറയാനൊന്നുമില്ല. സൂപ്പർ. എല്ലാ അച്ചാറും അടിപൊളിയായിട്ട്. കയ്പൊക്കെ കയ്പില്ല, അടിപൊളി എന്ന് പറയുമ്പോൾ അടിപൊളി സൂപ്പർ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. പിന്നെ സ്റ്റെൻഡൊന്ന് ചെയ്യാം.